നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിലെ SFIO കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നിർദ്ദേശം. ഇതോടെ വീണ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. പിണറായിയും വീണയും ആകാവുന്ന തൊട്ടിത്തരങ്ങളെല്ലാം കാണിച്ചിട്ടും ഏറ്റില്ല. ഒടുവിൽ വജ്രായുധം EDയുടെ കൈകളിലേക്ക്. ഏതായാലും ED കേസ് ഉറപ്പാണ്. മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്താകാനും സാധ്യതയേറെ. ഈ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസ് അതീവ ജാഗ്രതയിലാണ്. വീണയ്ക്ക് വേണ്ടിയുള്ള നിയമ നടപടികൾക്കായി ഒരു അഭിഭാഷക സംഘത്തെ തന്നെയാണ് പിണറായി തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെയാണ് വീണയുടെ താമസം. തൊട്ടടുത്ത് ഭർത്താവ് റിയാസിന്റെ മന്ത്രിമന്ദിരവുമുണ്ട്. EDയുടെ കൈകളിൽ കുറ്റപത്രം എത്തുന്നത് പണിയാണെന്ന് പിണറായിക്ക് കൃത്യമായി അറിയാം. ഉടൻ തന്നെ EDയുടെ കൈകളിലേക്ക് കുറ്റപത്രം എത്തും. കാരണം കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു. ഇതോടെ വീണയെ മാറ്റാൻ പിണറായി നീക്കം നടത്തുന്നു എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരികയാണ്. SFIO കേസിൽ വീണയ്ക്ക് സമൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുറ്റപത്രത്തിനെതിരായ നിയമ നടപടികൾക്ക് സാങ്കേതികമായ തടസ്സമുണ്ട്. വീണയ്ക്ക് സമൻസ് കിട്ടിയില്ലെങ്കിലും EDക്ക് കുറ്റപത്രം കിട്ടുകയും ചെയ്തു. ഇതോടെ ED വീണയെ പ്രതിയാക്കി ഉടൻ കേസെടുക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ വീണ അതിവേഗം മുൻകൂർ ജാമ്യം തേടും. ഇവിടെ ED എടുക്കുന്ന നിലപാട് നിർണായകമാണ്. പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കുറ്റപത്രം കോടതി സ്വീകരിച്ചത്. സെഷൻസ് കേസാക്കി നമ്പർ ഇടുകയാണ് അടുത്ത നടപടി. ശേഷം 1-ാം പ്രതിയായ CMRL MD ശശിധരൻ കർത്ത മുതൽ 11-ാം പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വരെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. ഇതിൽ 4 പ്രതികൾ 4 കമ്പനികളാണ്. ഈ സമൻസ് കിട്ടിയിരുന്നുവെങ്കിൽ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടികൾ വീണയ്ക്ക് തുടങ്ങാൻ കഴിയുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ സമൻസ് ഇല്ലാതെ ഇതിലൊരു പടി മുൻപോട്ട് പോകാൻ വീണയ്ക്ക് കഴിയില്ല എന്നാണ് വിവരങ്ങൾ. ഇതാണ് വീണ നേരിടുന്ന നിയമ വെല്ലുവിളി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7-ൽ SFIO സമർപ്പിച്ച കുറ്റപത്രമാണ് EDക്ക് കിട്ടുന്നത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ED സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MJ സന്തോഷ് മുഖേനയാണ് കുറ്റപത്രത്തിനായി അപേക്ഷ നൽകിയത്. ഇതാണ് അംഗീകരിക്കപ്പെട്ടത്. 1 വർഷം മുൻപാണ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ED CMRLന് നോട്ടീസ് നൽകിയതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തതും. CMRL ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കേസ് എടുക്കാതെ തന്നെ നടപടികൾ തുടരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയും. കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം എന്ന നിലയിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും ആലോചനകൾ സജീവമാണ്. വീണ വിജയനെതിരായ തെളിവുകൾ വിലയിരുത്തിയാകും ഇതിൽ തീരുമാനമെടുക്കുക. കുറ്റപത്രം പരിശോധിച്ച ശേഷം വീണ വിജയനെ അടക്കം ചോദ്യം ചെയ്യാനാണ് ED നീക്കം നടത്തുന്നത്. സമയം കളയാതെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇനി EDയുടെ ലക്ഷ്യം. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം എന്നിവ SFIO കണ്ടെത്തിയാലും EDക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല. കേസിൽ PMLA, FEMA കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ CMRL കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്കും EDക്ക് കടക്കാം. അറസ്റ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളടക്കം അതിവേഗ നീക്കങ്ങൾ മുന്നിൽ കണ്ട് പ്രതിരോധ നീക്കങ്ങൾ എടുത്തു കഴിഞ്ഞു. വീണ തൽക്കാലം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ പരക്കുകയാണ്. വീണയെ പിന്തുണച്ച CPM ആണ് അടപടലം പ്രതിരോധത്തിലായിരിക്കുന്നത്. വീണ തെറ്റുകാരിയല്ല, അച്ഛനെ ലക്ഷ്യം വെക്കാൻ മകളെ കരുവാക്കുന്നു എന്ന കരച്ചിലാണ് CPMൻ്റേത്. എന്നാൽ കേസിൽ കഴമ്പുണ്ടെന്ന് കണ്ടാണ് കോടതി പോലും ഏജൻസികൾക്ക് സുഗമമായ അന്വേഷണത്തിന് വഴിയൊരുക്കുന്നത്. മാസപ്പടി കേസിൽ CPMകാർ കുറെ കിടന്ന് കരയുന്നതല്ലാതെ വീണ എന്തുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ശക്തമാണ്. അഴിമതിയിൽ ആരോപണ വിധേയയായത് വീണയും കേസിൽപ്പെട്ടത് അവരുടെ കമ്പനിയുമാണ്. എന്നിട്ടും വീണയ്ക്കിതിലൊന്നും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അച്ഛൻ തൻ്റെ പവർ ഉപയോഗിച്ച് മകളെ രക്ഷിക്കുമെന്ന വിശ്വാസമല്ലേ അതിന് പിന്നിലുള്ളത് എന്ന ചോദ്യം ഉയരുന്നു. വീണയ്ക്കെതിരായ കേസിൽ അച്ഛൻ പിണറായി വിജയനോ ഭർത്താവ് റിയാസോ സംസാരിക്കുന്നില്ല. കരച്ചിൽ മൊത്തം CPMന്. ഇപ്പോൾ അടപടലം കൂട്ടക്കരച്ചിലിനാണ് വഴിയൊരുങ്ങിയിരിക്കുന്നത്. വീണ ഉൾപ്പെട്ട ഇടപാടിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിചാരണ കോടതി കേസെടുത്തിരുന്നു. സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി കുറ്റപത്രം പ്രഥമ ദൃഷ്ട്യാ എറണാകുളം അഡീഷണൽ സെഷൻസ് 7-ാം നമ്പർ കോടതിയാണ് സ്വീകരിച്ചത്.
ഇനി ജില്ലാ കോടതിയിൽ നിന്ന് ഈ കുറ്റപത്രത്തിന് നമ്പർ ലഭിക്കുന്നതോടെ വിചാരണയ്ക്ക് മുൻപായുള്ള പ്രാരംഭ നടപടികൾ കോടതി തുടങ്ങും. അടുത്ത ആഴ്ചയോടെ വീണ ടി, ശശിധരൻ കർത്ത തുടങ്ങി 13 പേർക്കെതിരെ കോടതി സമൻസ് അയക്കും. തുടർന്ന് കുറ്റപത്രത്തിൽ പേരുള്ളവർ അഭിഭാഷകൻ വഴി കോടതിയിൽ ഹാജരാകേണ്ടി വരും. അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ ഇവർക്ക് മേൽക്കോടതികളെയും സമീപിക്കാം. 114 രേഖകളടക്കം വിശദമായി പരിശോധിച്ചാണ് കോടതി കുറ്റപത്രത്തിൽ കേസെടുത്തത്. എല്ലാ പ്രതികൾക്കുമെതിരെ വിചാരണ നടത്താനുള്ള വിവരങ്ങൾ SFIO കുറ്റപത്രത്തിൽ ഉണ്ടെന്നും ഈ കുറ്റപത്രം പോലീസ് കുറ്റപത്രത്തിന് സമാനമായി കണക്കാക്കുന്നു എന്നും വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. കമ്പനി ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്നതിനാൽ BNS പ്രകാരം നടപടികൾ പൂർത്തിയാക്കേണ്ടതില്ല. കോടതി നേരിട്ട് സമൻസ് അയക്കാനുള്ള വിവരങ്ങൾ കുറ്റപത്രത്തിലുണ്ട്. നടപടിക്രമങ്ങൾ പരിശോധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് വിചാരണ കോടതി ഉത്തരവ്. വീണയും എക്സാലോജിക് കമ്പനിയും സാമ്പത്തിക വഞ്ചന നടത്തിയെന്നാണ് SFIO കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം SFIOയ്ക്ക് അനുമതി നൽകിയതോടെയാണ് വീണയ്ക്ക് കണ്ടകശനി തുടങ്ങിയത്. കമ്പനി നിയമപ്രകാരം 6 മാസം മുതൽ 10 വർഷം വരെ തടവും വഞ്ചിച്ചു നേടിയ തുകയുടെ 3 മടങ്ങ് വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ ചെയ്തത് എന്നാണ് SFIOയുടെ കണ്ടെത്തൽ. കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലാണ് ED. അതായത് SFIOയും EDയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഏജൻസികളും തമ്മിൽ ഏകോപനം കൂടുതലുമാണ്. നൽകാത്ത സേവനത്തിന് CMRLൽ നിന്നും വീണയും എക്സാലോജിക്കും പണം കൈപ്പറ്റിയെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് BJP നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിൽ SFIO അന്വേഷിച്ചത്. CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈടും പലിശയുമില്ലാതെ 77 ലക്ഷം രൂപ എക്സാലോജിക്കിന് വായ്പ നൽകിയ കേസും നിലവിലുണ്ട്. ബംഗളൂരുവിലാണ് ഈ കേസുള്ളത്. ഇതിൽ തൽക്കാലം ED അന്വേഷണം ഉണ്ടാകില്ല. അതിനിടെ വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയാണെന്നും SFIO അന്വേഷണ വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കാൻ CBIയും എത്തിയേക്കും. അങ്ങനെ CBI അന്വേഷണം എത്തിയാൽ അത് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നീളും. ഈ ഘട്ടത്തിൽ പിണറായിയെയും മകളെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വീണയ്ക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാം പണം നൽകിയതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL 197.7 കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. തട്ടിപ്പ് നടത്തിയെന്ന് SFIO കണ്ടെത്തിയ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ്. 2024 ജനുവരിയിലാണ് കമ്പനിക്കാര്യം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഏജൻസിയായ SFIO ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. CMRL CGM P സുരേഷ് കുമാർ, ചീഫ് ഫിനാൻസ് മാനേജർ K സുരേഷ് കുമാർ, ഓഡിറ്റർമാരായ KA സഗേഷ് കുമാർ, AK മുരളീകൃഷ്ണൻ എന്നിവരാണ് കുറ്റാരോപിതരായ മറ്റുള്ളവർ. ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സരൻ S കർത്ത എന്നിവരുടെ പേരിലും വീണയുടെയും കർത്തയുടെയും കമ്പനികൾക്കെതിരെയും ഇതേ കുറ്റം ചുമത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന കോടതിയിലായിരിക്കും വിചാരണ. എന്തായാലും വലിയ ഒരു പണിയാണ് വീണയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്.